ന്യൂട്ടൺ ബുള്ളറ്റുകൾ എന്ന ഈ പുസ്തകം വാസ്തവത്തിൽ നമ്മുടെ രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി ഒരു കാലത്ത് വളരെ സജീവമായി നാം കൊണ്ടു നടന്നിരുന്ന ചില ആശയങ്ങളെയും ചില അടിസ്ഥാന വിഷയങ്ങളെയും വീണ്ടും നമ്മുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്ന ഒരു പുസ്തകമാണ്. ഞാനിതിങ്ങനെ പറയുന്നത് ബോധപൂർവം തന്നെയാണ്. കാരണം ലോകമെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റുകാർക്കും മാർക്സിസ്റ്റുകൾക്കുമൊക്കെ അവരുടെ രാഷ്ട്രീയ ബോധ്യങ്ങൾ പ്രാഥമികമായി തുടങ്ങുന്നത് തന്നെ സാർവദേശീയമായ അവസ്ഥകളെക്കുറിച്ചുള്ള തിരിച്ചറിവുകളിൽ നിന്നും അതിനെ മുൻനിർത്തിയുള്ള ആലോചനകളിൽ നിന്നുമാണ്. ഇപ്പോഴും ഔപചാരികമായെങ്കിലും ആ ഒരു ക്രമം നാം കൈവിട്ടിട്ടുമില്ല. പക്ഷേ കഴിഞ്ഞ 1-2 പതിറ്റാണ്ടിനിടയിൽ ലോകത്തുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം ഇത്തരത്തിലുള്ള സാർവദേശീയ സാഹോദര്യത്തിൻ്റെയും സാർവദേശീയമായ ഐക്യബോധത്തിൻ്റെയും ആശയാവലികളെ ഉയർത്തിപ്പിടിക്കാൻ പ്രയാസകരമായ രീതിയിലേക്ക് ലോകത്തിൻ്റെ ക്രമം മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. ലളിതമായി പറഞ്ഞാൽ ജനാധിപത്യത്തിൻ്റെ ബൂർഷ്വാ ജനാധിപത്യത്തിൻ്റെ തന്നെ ഉള്ളടക്കം വളരെ വളരെ പരിമിതമായി തീരുകയും ജനാധിപത്യത്തിൻ്റെ സ്ഥാപന സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഫാഷിസം മിക്കവാറും അധികാരം കൈയാളുന്ന സ്ഥിതിയിലേക്ക് എത്തുകയും ചെയ്തൊരു കാലത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അത് തുർക്കിയുടെ അനുഭവമായാലും ബ്രസീലിൻ്റെ അനുഭവമായാലും ഇന്ത്യയുടെ അനുഭവമായാലും ലോകത്തിൻ്റെ പല കോണുകളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ജനാധിപത്യം എന്നത് ഒരു ഔപചാരികമായ യുക്തി മാത്രമായി അവശേഷിക്കുകയും മറ്റെല്ലാം തന്നെ അതിൽ നിന്ന് ചോർന്നു പോവുകയും ഫാഷിസം അതിനുള്ളിലൂടെ തന്നെ വികസിച്ച് വരികയും ചെയ്യുന്ന സ്ഥിതിവിശേഷമാണ്. അത്തരമൊരു സ്ഥിതിവിശേഷം രൂപപ്പെടുന്നതോടെ ലോകമെമ്പാടുമുള്ള ജനാധിപത്യവാദികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്കണ്ഠകളിലൊന്നായി താന്താങ്ങളുടെ നാടുകളിലെ ജനാധിപത്യ പോരാട്ടങ്ങളെ പിന്തുണയ്ക്കുക, ആ ജനാധിപത്യ പോരാട്ടങ്ങളെ ശക്തിപ്പെടുത്തുക, അതിനുവേണ്ടി സമ്പൂർണമായി സ്വയം സമർപ്പിക്കുക എന്നതിലേക്ക് പരിണമിക്കുകയും ഒരുപക്ഷെ സാർവദേശീയമായ സോഷ്യലിസ്റ്റ് സമൂഹ നിർമ്മാണത്തെക്കുറിച്ചോ ആഗോള സാമ്രാജ്യത്വത്തിനെതിരായ പോരാട്ടത്തെക്കുറിച്ചോ ഒക്കെയുള്ള ഉടനടിയുള്ള ആലോചനകൾ പലപ്പോഴും ദുർബലമായി തീരുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. 1990-കൾക്ക് ശേഷം പടിപടിയായി വികസിച്ചു വന്ന വലതുപക്ഷവൽക്കരണത്തിൻ്റെ, വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ, ഫാസിസ്റ്റ് വൽക്കരണത്തിൻ്റെ ആധിക്യം വാസ്തവത്തിൽ സാർവദേശീയമായ ഈ ഐക്യബോധത്തെ ആണ് ഏറ്റവും കൂടുതൽ ദുർബലപ്പെടുത്തിയത്. അതുകൊണ്ട് ഇന്ന് മുൻകാലങ്ങളിൽ എന്ന പോലെ സാർവദേശീയ ആശയങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളും ആലോചനകളും അതിനെ മുൻനിർത്തുന്ന വിശദീകരണങ്ങളുമൊക്കെ നമ്മുടെ രാഷ്ട്രീയ കാര്യ പരിപാടിയിൽ തന്നെ പലപ്പോഴും ലഘുവായി തീരുകയും മുമ്പിലുള്ള ഭീമാകാരമായൊരു രാഷ്ട്രീയ ശത്രുവിനോട് ഏറ്റുമുട്ടുക എന്നത് ഒന്നാം സ്ഥാനത്തെത്തുന്നതോടെ ഈ ലോക സാമ്രാജ്യത്വം കഴിഞ്ഞ 3-4 നൂറ്റാണ്ടുകൾ കൊണ്ട് കൊളോണിയലിസവും പിന്നീട് അതിൻ്റെ പലമാതിരിയുള്ള വികസിത രൂപങ്ങളും സാമ്രാജ്യത്വവും ഒക്കെ ചെയ്ത കൊടിയ ക്രൂരകൃത്യങ്ങളെക്കുറിച്ചുള്ള ഒരുപക്ഷെ രാഷ്ട്രീയ വിമർശനം ദുർബലമാവുകയും ചെയ്തൊരു സാഹചര്യത്തിലാണ് നമ്മൾ ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നത്. ഇതിവിടെ മാത്രമുള്ളതല്ല. ജനാധിപത്യത്തിൻ്റെ മറപറ്റി ഫാഷിസ്റ്റ് ശക്തികൾ ഉദയം ചെയ്യുന്നത് ലോകത്തിൻ്റെ പലയിടങ്ങളിലും നമ്മൾ കാണുന്നു. പാരീസിനെ പോലെയോ ഇറ്റലിയെ പോലെയോ ജർമ്മനിയെ പോലെയോ ഒക്കെയുള്ള ഇടങ്ങളിൽ തന്നെ നവഫാസിസ്റ്റുകൾ വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ശക്തിയായി ഉയർന്നു വരുന്നു. ബോൾസനാരോയെ പോലെ ഫാഷിസ്റ്റ് സ്വഭാവം സമ്പൂർണമായി പ്രകടിപ്പിക്കുന്ന നേതാക്കൾ, സർവാധിപതികളായ നേതാക്കൾ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ അധികാരത്തിലെത്തുന്നു. അങ്ങനെ ജനാധിപത്യ പ്രക്രിയയ്ക്ക് വലിയ തിരിച്ചടി നേരിട്ട ഒരു കാലമാണ് പൊതുവെ പറഞ്ഞാൽ കഴിഞ്ഞ 1-1.5-2 പതിറ്റാണ്ടുകൾ എന്നത്. ഇത് ഏറ്റവും പ്രാഥമികമായി ദുർബലപ്പെടുത്തിയത് ആഗോള തൊഴിലാളി വർഗത്തിൻ്റെ സാഹോദര്യ ബോധത്തെയും സാർവദേശീയമായ ഒരു ഐക്യത്തെയുമാണ് എന്ന് പറയാം. അങ്ങനെ ഒരു ഘട്ടത്തിൽ വാസ്തവത്തിൽ നാം മറന്നുകൂടാത്ത കിരാതമായ കടന്നാക്രമണങ്ങളുടെ സുദീർഘമായൊരു ചരിത്രത്തെക്കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു പുസ്തകമായിട്ടാണ് വിജയപ്രസാദിൻ്റെ ഈ പുസ്തകം വരുന്നത്. ഈ പുസ്തകത്തിലൂടെ നിങ്ങൾ കടന്നുപോയാൽ ഇതിൽ പ്രതിപാദിക്കുന്ന പല കാര്യങ്ങളും ഒരുപക്ഷെ കഴിഞ്ഞ
10 40 വർഷക്കാലം രാഷ്ട്രീയം പിന്തുടർന്നിരുന്ന ആളുകളുടെ ഓർമ്മയിലുള്ളതാണ് എന്ന് മനസ്സിലാവും. ഞങ്ങളൊക്കെ വിദ്യാർത്ഥികളായിരിക്കുന്ന കാലത്ത് 80കളിലാണ് നിക്കോലാർ പാർറയെ കുറിച്ചും സെസാർ വയഹോവനെ കുറിച്ചും അമിൽ കബ്രാളിനെ കുറിച്ചും അല്ലെങ്കിൽ ഫ്രാൻസ് ഫാനനെ കുറിച്ചും ഒക്കെ വായിക്കുകയും ഈ എങ്ങനെയാണ് ഒരു മൂന്നാം ലോക വിമോചനം എന്ന് പറയുന്നത് അതിൻ്റെ സാമൂഹികവും സൈദ്ധാന്തികവും രാഷ്ട്രീയവും സാംസ്കാരികവും ഒക്കെയായ തലങ്ങളിൽ അരങ്ങേറുക എന്നതിനെക്കുറിച്ച് അവരുന്നയിച്ച ആശയങ്ങളൊക്കെ ചർച്ച ചെയ്യുകയും ചെയ്തത്. ഈ പുസ്തകത്തിൽ തന്നെ ആദ്യ ഭാഗത്ത് ഉദ്ധരിച്ചു ചേർത്തിട്ടുള്ള വരികളൊക്കെ അന്ന് ഞങ്ങൾ ഹൃദയത്തിൽ കൊണ്ടു നടന്ന വരികളായിരുന്നു. സ്വാതന്ത്ര്യം ഒരു പ്രതിമ മാത്രമായ അമേരിക്ക എന്ന സച്ചിദാനന്ദൻ ട്രാൻസ്ലേറ്റ് ചെയ്ത പാർറയുടെ വരികളൊക്കെ അക്കാലത്ത് വളരെ വളരെ കൂടുതൽ എഴുതപ്പെടുകയും ചുമരുകളിലൊക്കെ ആവേശപൂർവ്വം എഴുതി വയ്ക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു കാലം ഈ പുസ്തകം വായിക്കുമ്പോൾ എൻ്റെ ഓർമ്മയിലും വരികയുണ്ടായി. അതുകൊണ്ട് ഈ പുസ്തകത്തിലെ വസ്തുതകൾ തീർത്തും പുതിയതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഈ വസ്തുതകളെ നമ്മുടെ ഓർമ്മയിലേക്ക് വീണ്ടും കൊണ്ടുവരികയും ഇന്നും അവസാനിക്കാതെ തുടരുന്ന സഖാവ് സി എൻ മോഹൻ ഇവിടെ പറയുണ്ടായി എങ്ങനെയാണ് തൈവാനും ചൈനയ്ക്കും ഇടയിലുള്ള കടലിടുക്കൽ അമേരിക്കയുടെ യുദ്ധവാഹിനി കപ്പൽ ഇന്ന് പെട്രോളിംഗ് നടത്തുന്നത്, എങ്ങനെയാണ് അവിടെ ഒരു യുദ്ധാന്തരീക്ഷത്തിലേക്ക് അത് വികസിച്ചു വരുന്നത് എന്ന കാര്യം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഈ നിലയിൽ ലോകത്തെ എമ്പാടും തന്നെ യുദ്ധോത്സുകമാക്കി നിലനിർത്തുകയും സാമ്രാജ്യവിരുദ്ധമായി വികസിച്ചു വരുന്ന ജനകീയമായ എല്ലാ മുൻകൈകളെയും പല നിലകളിൽ തകർക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന, അതേസമയം മറുഭാഗത്ത് ജനാധിപത്യത്തെക്കുറിച്ച് ഉദാരതയെക്കുറിച്ച് മതസാഹോദര്യത്തെക്കുറിച്ച് ഒക്കെ സംസാരിക്കുകയും ചെയ്യുന്ന സാമ്രാജ്യത്വത്തിന്റെ വർത്തമാനകാല സന്ദർഭത്തിൽ അതിൻ്റെ കിരാതമായ ഒരു ഭൂതകാലത്തെ എത്രയും വിശദാംശങ്ങളോടെ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നു എന്നതാണ് ഈ പുസ്തകത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ദൗത്യം. ഒരർത്ഥത്തിൽ അതൊരു ഓർമ്മപ്പെടുത്തലാണ്. ഓർമ്മ വളരെയേറെ രാഷ്ട്രീയ മൂല്യമുള്ള ഒരു കാര്യമാണ് എന്ന് നമുക്ക് അറിയാവുന്നതുമാണ്. 20ാം നൂറ്റാണ്ടിലെ വലിയ എഴുത്തുകാരിലൊരാൾ പറയുന്ന ഒരു വാക്യം, ദുരധികാരത്തിനെതിരായിട്ടുള്ള മനുഷ്യവംശത്തിൻ്റെ സമരം എന്നത് മറവിക്കെതിരായിട്ടുള്ള ഓർമ്മകളുടെ സമരമാണ് എന്നാണ്. അങ്ങനെ ഒരുപക്ഷെ ആ മറവിയിലേക്ക് പതിയെ പതിയെ പിൻവാങ്ങുന്ന ഈ സാമ്രാജ്യ അധിനിവേശത്തിൻ്റെ നാനാതരത്തിലുള്ള കാടത്തങ്ങളെ, കിരാതത്വത്തെ നമ്മുടെ ഓർമ്മയിലേക്ക് മടക്കിക്കൊണ്ടുവരുന്ന, ഇപ്പോഴും തുടരുന്ന അധിനിവേശ രൂപങ്ങളെക്കുറിച്ച് വിശദമായി നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു പുസ്തകമാണ് ഇത്. ഞാനിതിൻ്റെ പുസ്തകം വിശദമായിട്ട് പരിചയപ്പെടുത്തി പ്രസാദ് സംസാരിക്കുമെന്നതുകൊണ്ട് ഞാൻ അതിൻ്റെ ഉള്ളടക്കത്തിലേക്ക് കടന്ന് പറയുന്നില്ല. ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയണം എന്നെനിക്ക് തോന്നുന്നു. ഇതിൻ്റെ ആമുഖത്തിൽ ഇവ മൊറൈൽസ് എഴുതുന്ന ഒരു വാക്യം വളരെ പ്രധാനപ്പെട്ടതാണ്. തങ്ങൾ നിശ്ചയിക്കുന്ന അതിരുകൾക്കും തങ്ങളുടെ യാഥാർത്ഥ്യങ്ങൾക്കും അനുസൃതമായിട്ടാണ് കൊളോണിയലിസം എക്കാലത്തും പുരോഗതി എന്ന ആശയത്തെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് നാം വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. വാസ്തവത്തിൽ ഇത് പുതിയ കാര്യമൊന്നുമല്ല. മാനിഫെസ്റ്റോയിൽ മാർക്സ് എഴുതുന്ന മനോഹരമായ വാക്യം, ബൂർഷ്വാസി സ്വന്തം മാതൃകയിലാണ് ലോകം സൃഷ്ടിക്കുന്നത് എന്ന്. അതുകൊണ്ട് ബൂർഷ്വാസി മനുഷ്യവംശം എന്ന് പറയുമ്പോഴോ മാനവികത എന്ന് പറയുമ്പോഴോ മനുഷ്യൻ എന്ന് പറയുമ്പോഴോ ലോകമെമ്പാടുമുള്ള മനുഷ്യരതിൽ ഉൾപ്പെടുന്നില്ല. മറിച്ചൊരു ബൂർഷ്വാ മനുഷ്യനാണ്, ബൂർഷ്വാ നാഗരികതയാണ്, അതിൻ്റെ മൂല്യങ്ങളാണ് ഉൾപ്പെടുന്നത് എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ സ്വന്തം മാതൃകയിൽ ലോകത്തെ പടുക്കുകയും അങ്ങനെ പടുക്കുന്നതിന് വേണ്ടിയിട്ട് മൂലധനത്തെ സാർവത്രികമായ ഊർജത്തോടെ കെട്ടഴിച്ചു വിടുകയും മൂലധനത്തിൻ്റെ പടവാച്ചിൽ എല്ലാ അതിരുകളെയും മാച്ചു കളയുകയും ചെയ്യുന്ന, എല്ലാ മൂല്യങ്ങളെയും റദ്ദാക്കുന്ന, മാർക്സിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നഗ്നമായ അണാപ്പൈ ബന്ധമല്ലാതെ മറ്റൊന്നും ബാക്കി നിൽക്കാത്ത, ഖരമായതൊക്കെ ആവിയായിത്തീരുന്ന ഒരു പുതിയ അന്തരീക്ഷത്തെ മൂലധന രൂപപ്പെടുത്തുന്നു എന്ന് 48 മാർക്സ് എഴുതുന്നു. 1848 മാർക്സ് എഴുതുന്നു. ഏതാണ്ട് 170 കൊല്ലം മുമ്പ് എഴുതപ്പെട്ട ആ വാക്യം ഇവോ മൊറൈൽസിന്റെ ഈ ആശയത്തിൽ പിന്നെയും വരുന്നുണ്ട്. കൊളോണിയലിസം പുരോഗതിയെ നിർമ്മിക്കുന്നത് തങ്ങൾ നിശ്ചയിക്കുന്ന അതിരുകൾക്കും തങ്ങളുടെ താല്പര്യങ്ങൾക്കും ഉള്ളിലാണ്. വാസ്തവത്തിൽ സാമ്രാജ്യത്വം, ഈ മൊറൈൽസ് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് സാമ്രാജ്യാധികാരം, 2ാം ലോക യുദ്ധത്തിന് ശേഷം സാമ്രാജ്യത്വം പലതരത്തിലുള്ള പ്രചാരവേലകൾ നടത്തുകയുണ്ടായി അടിസ്ഥാന ജനാധിപത്യത്തെ തകർക്കുന്നതിന് വേണ്ടി. ഇപ്പൊ ലോകത്തെ വലിയ മാർക്സിസ്റ്റ് ചിന്തകനായിരുന്ന സമീർ അമീൻ
അദ്ദേഹത്തിന്റെ മരണത്തിന് കുറച്ചു കാലം മുമ്പ് ന്യൂ ലെഫ്റ്റ് റിവ്യൂവിന് നൽകിയ ഒരു പ്രധാനപ്പെട്ട അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ലോകത്ത് ബൂർഷ്വാസി 2 മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നുണ്ട്. ഒന്ന് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ മുദ്രാവാക്യമാണ്, അത് ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി എന്നതാണ്. മറ്റൊന്ന് അമേരിക്കൻ വിപ്ലവത്തിന്റെ മുദ്രാവാക്യമാണ്. അദ്ദേഹം പറയുന്നത് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ മുദ്രാവാക്യം ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി എന്നതാണെങ്കിലും ഈ ലിബർട്ടിയോടൊപ്പം ഇക്വാലിറ്റിയെയും ഫ്രറ്റേണിറ്റിയെയും ഉൾക്കൊള്ളിക്കാനായിട്ട് ബൂർഷ്വാസിക്ക് സ്വയമേവ കഴിയില്ല. കാരണം സ്വാതന്ത്ര്യത്തോടൊപ്പം സമത്വവും സാഹോദര്യവും ഉൾച്ചേർത്ത് കഴിഞ്ഞാൽ അത് അന്തിമമായി റദ്ദാക്കുക ബൂർഷ്വാസിയെ തന്നെയാണ്. അതുകൊണ്ട് ബൂർഷ്വാസി വിളിച്ച മുദ്രാവാക്യമാണെങ്കിലും ബൂർഷ്വാസി മുന്നോട്ട് വെച്ച മുദ്രാവാക്യമാണെങ്കിലും അതിനെ നടപ്പാക്കാൻ ബൂർഷ്വാസിക്ക് സ്വയമേവ കഴിയില്ല. കാരണം ബൂർഷ്വാസിയുടെ പ്രാരംഭഘട്ടത്തില്, അതിൻ്റെ വിപ്ലവകരമായ ഊർജ്ജസ്വലതയുടെ ഘട്ടത്തില് മുദ്രാവാക്യമാണ് ഇക്വാലിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി എന്നത്. തുടർന്ന് സമീർ അമീൻ പറയുന്നത് ബൂർഷ്വാസി അതുകൊണ്ട് നടപ്പിലാക്കിയത് മറ്റൊരു മുദ്രാവാക്യമാണ്, അത് അമേരിക്കൻ വിപ്ലവത്തിന്റെ മുദ്രാവാക്യമാണ്. അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നത് ലിബർട്ടി ആൻഡ് പ്രോപ്പർട്ടി എന്നതാണ്. സ്വാതന്ത്ര്യം എന്തിനുള്ള സ്വാതന്ത്ര്യമാണ്? അത് സമത്വത്തിനുള്ള സ്വാതന്ത്ര്യമല്ല, സാഹോദര്യത്തിനുള്ള സ്വാതന്ത്ര്യമല്ല, സ്വത്തുടമസ്ഥതയ്ക്കുള്ള സ്വാതന്ത്ര്യമാണ്. ഇന്നും ലോകത്ത് ബൂർഷ്വാ ഭരണകൂടങ്ങൾക്ക് കീഴിൽ, മുതലാളിത്ത സംവിധാനങ്ങൾക്കുള്ളിൽ, ആധുനികത എന്ന് നാം മനസ്സിലാക്കി വരുന്ന ലോകക്രമത്തിനുള്ളിൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സ്വത്ത് സമ്പാദനത്തിനുള്ള എല്ലാ വ്യക്തികളുടെയും ഔപചാരിക സ്വാതന്ത്ര്യത്തിന് അപ്പുറത്തേക്ക് സമത്വത്തെയോ സാഹോദര്യത്തെയോ സ്വാതന്ത്ര്യവുമായി ബന്ധിപ്പിക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടില്ല. ബൂർഷ്വാസി അതിന് തയ്യാറുമല്ല. ഈ അട്ടിമറി വാസ്തവത്തിൽ ആധുനികത ജന്മം നൽകുമായിരുന്ന ഒരു മാർസെല്ലാം വിഭാവനം ചെയ്ത ജ്ഞാനോദയത്തെ